ഗുഡ് മോർണിംഗ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഒരിക്കൽ കൂടി മഹത്വപ്പെടട്ടെ. കർത്താവിൻ്റെ തിരുവചനവുമായി ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ മുൻപിലേക്ക് വരുവാൻ കർത്താവിരിക്കുന്ന എല്ലാ അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവൻ ജോസഫിൻ്റെ മകൻ എന്ന് ജനം വിചാരിച്ചു, അല്ലെങ്കിൽ യേശു ജോസഫിൻ്റെ മകൻ എന്ന് ജനം വിചാരിച്ചു. 4-ാം അധ്യായം അതിൻ്റെ 33 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു: യേശു കർത്താവ് പള്ളിയിൽ ആയിരിക്കുമ്പോൾ അവിടെ അശുദ്ധാത്മാവ് ബാധിച്ച വ്യക്തികൾ തൻ്റെ മുൻപിലേക്ക് കടന്നു വരുമ്പോൾ അവർ നസ്രായന യേശുവേ എന്നൊക്കെയുള്ള വിളിച്ച് അശുദ്ധാത്മാവിനാൽ ബാധിക്കപ്പെട്ടവർ നിലവിളിക്കുമ്പോൾ ഇത് ജനം കേൾക്കുവാനിടയായി. എല്ലാവരും കണ്ടു നിൽക്കെ യേശു അശുദ്ധാത്മാവ് ബാധിക്കപ്പെട്ടവരോട്, അല്ലെങ്കിൽ അശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറഞ്ഞു: മിണ്ടരുത് എന്ന്. യേശുവിൻ്റെ മുൻപിൽ അശുദ്ധാത്മാക്കൾ പലരിൽ നിന്നും വിട്ടുപോകുന്നത് ലൂക്കോസ് 3-ാം അധ്യായത്തിൽ ജോസഫിൻ്റെ മകൻ എന്ന് വിചാരിച്ച ജനം കാണുകയാണ്. അശുദ്ധാത്മാക്കൾ യേശുവിനെ അനുസരിക്കുന്നു. 4-ാം അധ്യായം 36-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: എല്ലാവർക്കും വിസ്മയം ഉണ്ടായി. ഇന്നു പകൽ നിങ്ങളോടുള്ള ദൂതിതാണ്. 3-ാം അധ്യായത്തിൽ ജോസഫിൻ്റെ മകൻ എന്ന് വിചാരിച്ച ജനം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവർ വിസ്മയിക്കത്തക്ക ചില ദൈവപ്രവർത്തികൾ യേശുവിലൂടെ വെളിപ്പെട്ട് വരുവാൻ ഇടയായി. ആയതുപോലെ ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിൻ്റെ ജീവിതത്തിലും നിൻ്റെ ലൈഫിൽ, നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ എല്ലാ മേഖലകളിൽ കർത്താവിൻ്റെ കൃപയിലും ശുശ്രൂഷയിലോ അല്ലെങ്കിൽ മറ്റു ഇതര മേഖലകളിലായിരിക്കുന്ന നിൻ്റെ ജീവിതത്തിൽ ഇന്നലകളിലുള്ള നിൻ്റെ മേലുള്ള പലരുടെയും വിചാരങ്ങളെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിലുള്ള ചില ദൈവപ്രവർത്തികൾ നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്നു, നിൻ്റെ കുടുംബത്തിൽ വെളിപ്പെടാൻ പോകുന്നു, നിൻ്റെ എല്ലാ മേഖലകളിലും ഈ ദിവസങ്ങളിൽ വെളിപ്പെടാൻ പോകുകയാണ്. എത്ര പേര് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ആമേൻ പറയാൻ കഴിയും, ആമേൻ പറഞ്ഞ് ഈ ദൂതിനെ സ്വീകരിക്കാൻ കഴിയും? പലരുടെയും വിചാരങ്ങളെ മാറ്റിമറിക്കുന്ന ചില ദൈവപ്രവർത്തികൾ, ചിലരുടെയൊക്കെ വിചാരങ്ങൾക്കപ്പുറം ചിലർ ചില കാറ്റഗറിക്കകത്ത് നിന്നെ വിചാരിച്ചു വച്ചിരിക്കുമ്പോൾ, നിന്നെ ആക്കി വച്ചിരിക്കുമ്പോൾ, ആ ഒരു കാറ്റഗറിക്കപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ ഇടപെടലുകൾ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നിൻ്റെ ലൈഫിലേക്ക് ഇതാ ദൈവം വെളിപ്പെടുത്തുവാൻ പോകുന്നു. വിശ്വസിക്കുക. ആമേൻ. മാനുഷിക വിചാരങ്ങൾക്കപ്പുറമാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, മാനുഷിക വിചാരങ്ങൾക്കപ്പുറമാണ് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ, മാനുഷിക വിചാരങ്ങൾക്കപ്പുറമാണ് ദൈവശക്തിയുടെ വലിപ്പം. അവ ഇന്ന് ഈ പ്രഭാതത്തിൽ തിരിച്ചറിയുന്ന, അത് അനുഭവിക്കുന്ന, അത് പ്രാപിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കണ്ണുകളടയ്ക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ചില മാനുഷിക വിചാരങ്ങളുടെ അകത്ത് ഇവർ പെട്ടുകിടക്കുമ്പോൾ അതിനകത്ത് ഇവർ പുറത്തു വന്ന് ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം അവരുടെ ലൈഫിൽ ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ട് നിൽക്കുന്നത് അവർ അനുഭവിപ്പാനും, ലൈഫിൽ വലിയ മാറ്റങ്ങൾ പലരും ആശ്ചര്യപ്പെടത്തക്ക രീതിയിൽ, പലരും വിസ്മയിക്കത്തക്ക രീതിയിലുള്ള ചില ദൈവപ്രവൃത്തികൾ തൻ്റെ മക്കളുടെ ലൈഫിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ, ഈ പകൽ ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളിൽ നിറച്ചോട്ടെ. മഹത്വം മുഴുവനും അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ അനേകർക്ക് വിസ്മയമായി ദൈവം നിങ്ങളെ മാനിക്കുമാറാകട്ടെ. ആമേൻ.